ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കുർത്തിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സിമ്പിളായിട്ട് സ്ലിറ്റ് വരുന്ന ഒരു ബോട്ട് നെക്ക് കൊടുത്തിട്ട് 3/4 സ്ലീവ് വരുന്ന ഒരു കുർത്തി കേട്ടോ. ഓഫീസ് വെയർ ആയിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞു ക്രോപ്പ് ടോപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിടുക. അതിനുശേഷം ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ആദ്യം ബാക്ക് പോർഷനിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു യോക്കിൻ്റെ പോർഷനിലൊന്ന് കട്ടിങ് ഒരു മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ബാക്കിൽ ചെയ്യുന്നത്. ദെൻ നമ്മളുടെ ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും മാർക്ക് ചെയ്യുക. അപ്പോൾ ഷോൾഡർ 7 ഇഞ്ചാണ്. അത് തന്നെയാണ് ഞാൻ ആം ഹോളായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വരിക. പിന്നെ ചില ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ചോളം സീം അലവൻസ് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ടുള്ളത്. 1.5 ഇഞ്ച് കൊടുത്തു. ദെൻ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനീ പറഞ്ഞു പോകുന്നതെല്ലാം നമ്മളുടെ ബിഗിനേഴ്സ് ലെവലിൽ നമ്മളൊരു സ്റ്റിച്ചിങ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരുവിധം എല്ലാവരും ആ ഒരു ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊരു സ്റ്റിച്ചിങ് ക്ലാസ് ബിഗിനേഴ്സ് ലെവലിൽ ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ കർവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അതിനൊന്ന് ആ ഒരു ഷേപ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഒരു 4 ഇഞ്ച് വരെ നമുക്ക് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ബോട്ട് നെക്കാണ് ഞാൻ കൊടുക്കണേ. ബാക്കിലും ഫ്രണ്ടിലും ബോട്ട് നെക്ക് തന്നെയാണ് കൊടുക്കണേ. അതുപോലെ താഴേക്ക് നെക്ക് ലെങ്ത്തും 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഏത് മോഡൽ നെക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള ബോട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് അധികം നെക്ക് വൈഡായിട്ട് അതുപോലെ ഭയങ്കര ടൈറ്റായിട്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ അത്ര കണ്ട് ഷേപ്പ് ആക്കിയിട്ടല്ല ഇട്ടേക്കണം. കുറച്ചും കൂടി ഷേപ്പ് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായേനെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഷോൾഡർ സ്ലോപ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ സ്ലോപ്പിൻ്റെ കാര്യത്തിലും എല്ലാവർക്കും ഡൗട്ടുണ്ട്. സ്ലോപ്പ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ല. നമ്മുടെ ബോഡി നോക്കുക. നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ബോഡി ടൈപ്പ് ചിലർക്ക് നമുക്ക് നന്നായിട്ട് അറിയാം ശരിക്കും ഇങ്ങനെ സ്ലോപ്പായിരിക്കും നമ്മുടെ ബോഡി നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. കുറേ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. ഇനി നമുക്ക് സ്ലിറ്റഡ് കുർത്തിയാണ്. അപ്പോൾ ആ ഒരു ഹിപ്പിൻ്റെ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. അതല്ല കുറച്ച് വിരിഞ്ഞ് നിൽക്കണം, സ്ട്രെയിറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വീതി ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ചില ആൾക്കാർക്ക് സ്ട്രെയിറ്റ് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് വിരിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞിട്ടുള്ളത്. സ്ലിറ്റ് മടക്കി അടിക്കാൻ നമ്മളിവിടെ വീതി കൊടുത്ത പോലെ തന്നെ, അതായത് നമ്മൾ സീം അലവൻസ് 1.5 ഇഞ്ച് കൊടുത്ത പോലെ തന്നെ അത്രയും തന്നെ കൊടുത്താൽ മതി. 1.5 വേണമെന്നില്ല. നമ്മൾ ചെറുതായി മടക്കി അടിക്കുകയാണെങ്കിൽ 1 ഇഞ്ച് സീം അലവൻസ് മതിയാവും സ്ലിറ്റ് അടിക്കാനായിട്ട്. പിന്നെ സീം അലവൻസ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് കുറച്ച് ദിവസം മുന്നാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. സീം അലവൻസ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെയാണ് കാണുന്നതെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ നമ്മൾ ഇനി ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ടിലെ പോർഷനിൽ ഈ ഒരു പ്രിൻറ്റിനെ ഇങ്ങനെ ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു ഡിസൈനായിട്ടോ അല്ലെങ്കിൽ ഒരു മോഡലോ ഒന്നും നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഫ്രണ്ടിലേക്ക് മാത്രം ഒരു ചെറിയൊരു ചേഞ്ച് പോലെ ഇങ്ങനെ ആ ഒരു പ്രിൻറ്റിൻ്റെ ഒരു ഇതിൽ ചേഞ്ച് വരുത്താം എന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു യോക്കെന്ന് പറയാൻ പറ്റില്ല, ചെസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ഒരു പോർഷനാണ് വരുന്നത്. അപ്പോൾ അത് മാത്രം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആം ഹോള് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ കാര്യത്തിലും ഇപ്പോഴും എല്ലാവർക്കും ഡൗട്ടാണ്. ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണോ? കട്ട് ചെയ്യുമ്പോൾ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു, അല്ലാതെ ഇടുമ്പോൾ കുഴപ്പമില്ല കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സ്വന്തം ഡ്രസ്സ് ചെയ്യുമ്പോൾ 2 രീതിക്കും ചെയ്ത് നോക്കിയിട്ട് ഏതാണോ ഓക്കെ അതുപോലെ ചെയ്താൽ മതി. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും കുഴിച്ച് കട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും കുറച്ചും കൂടിയും പെർഫെക്റ്റായിട്ട് നിൽക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ചോയ്സിനും നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ എന്തായാലും ആം ഹോൾ കുഴിച്ചൊന്ന് കട്ട് ചെയ്തേക്കുക, അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ നെക്കും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ബോട്ട് നെക്ക് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും, കണ്ടോ? ഒരു ഭംഗി, ഒരു പ്രിൻ്റ് അങ്ങനെ മാറി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതാ അപ്പോൾ ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. കണ്ടോ? യോക്കിൻ്റെ ആ ഒരു ഭാഗം വരെ ഇതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം കിട്ടും. അപ്പോൾ ലൈനിങ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വരുന്നത് അറിയില്ല. ഇപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഞാൻ ലൈനിങ് കൊടുക്കാത്തത് കൊണ്ട് കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു മാർക്കിംഗ് അറിയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്. അപ്പോൾ ക്രോസ് പീസ് എന്താണെന്നും കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലും കറക്റ്റായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. ദെൻ അത് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അകത്തേക്ക് മറച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമ്മൾ ബാക്കിലേക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുള്ളൂ. കുറച്ച് നൂല് അവിടെ എവിടെയും പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. കണ്ടോ? അപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്കിതുപോലെ ഈ ഒരു 2 പീസിനെ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ എടുത്തറിയില്ല കേട്ടോ. ഇല്ലാത്ത കാരണം കൊണ്ട് നന്നായിട്ട് എടുത്തറിയും. അപ്പോൾ ഞാൻ എൻ്റെ മിഷന് ഓപ്പോസിറ്റാണ് ലൈറ്റ് ഇരിക്കുന്നത്. ലൈറ്റ് എൻ്റെ ബാക്കിലാണ് ലൈറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒരു നിഴൽ വരുന്നതും കുറച്ച് ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ റിംഗ് ലൈറ്റ് കേടായിപ്പോയി. അത് കാരണം കൊണ്ടാണ് ഈ ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്യണം, കഴിഞ്ഞാൽ നമുക്ക് പുതിയത് മേടിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ക്രോസ് പീസ് ഞാനൊരു 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. കണ്ടോ? അത് നൂല് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വലിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണ്. മെഷീൻ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴേ സ്റ്റിച്ച് പൊടി കയറിയിട്ടാണെന്ന് തോന്നുന്നു. കുറച്ചൊരു സ്റ്റിച്ചിനൊക്കെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഇനി അത് ഡീപ്പായിട്ടൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യണം, എന്നാൽ മാത്രമേ അതൊരു ഇതാവുള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കാണല്ലോ സ്റ്റിച്ച് ചെയ്യണേ. 10-15 ദിവസം ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീൻ്റെ ഉള്ളിൽ നിറയെ പൊടി കയറിയിരിക്കുക. ഇനിയിപ്പോൾ അത് ഒന്ന് തുറന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും തുമ്മൽ പിടിക്കുക. കാരണം ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാതെ വെച്ചേക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സൺഡേ ഒക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 നെക്കും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഷോൾഡർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പോലെ ഫിനിഷിങ്ങിൽ ജോയിൻ ചെയ്യുക. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ബാക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, സീം അലവൻസ് ഉണ്ടല്ലോ, തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഇതിനുള്ളിലേക്ക് ആവുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത പോർഷനിൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിർത്തുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, കണ്ട അങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്രണ്ടിലെ നെക്ക് മാത്രമാണ് നമ്മൾ ബാക്കിലേക്ക് അടിച്ച് മറയ്ക്കുള്ളൂ. ഫ്രണ്ടിലെ നെക്ക് മാത്രമാണ് ചെയ്യുള്ളൂ. ബാക്കിലെ നെക്ക് നമ്മൾ ജസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. 2 ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ആ ഒരു ക്ലാസ്സൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇത് വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. എങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണിച്ച് പറഞ്ഞു പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും, ഫസ്റ്റ് ഈ ഒരു ക്ലാസ് കാണുന്നത്. അപ്പം ഞാൻ അവിടെ ഇവിടെയും തട്ടാത്ത രീതിയിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയേക്കുക. അതല്ലെങ്കിൽ ഒന്നും കൂടി കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട്. ഇപ്പോൾ സമ്മർ സീരീസ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റോട് കൂടിയിട്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന മെറ്റീരിയലൊക്കെ ഇപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയത്. കുറച്ച് അധികം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സീരീസ് ഒന്നും ഇല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ സമാധാനപരമായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പം അങ്ങനെ അപ്പോൾ ഇതാ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാ ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾ കണ്ടോട്ടോ. നെക്ക് രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഫ്രണ്ടിലെ പോർഷൻ ഇങ്ങനെയാണ് വരിക, ബാക്ക് ഇതാ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് ചെയ്യുന്ന സമയത്തും നമ്മൾ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ യോക്ക് പോർഷനിൽ കൊടുത്ത് അതേപോലെ ഒരു ചെറിയൊരു ബോർഡർ പോലെ കണ്ടോ, ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാനതിനെ ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ ബോർഡർ എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. വേണമെങ്കിൽ അവിടെ ഒരു ഹോളോ അല്ലെങ്കിൽ ബട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. നമ്മുടെ അതിനുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ എനിക്ക് മടിയായതുകൊണ്ടാണ് വേറെ അധികം ഐറ്റംസ് ഒന്നും ചെയ്യാത്തത് കേട്ടോ. കണ്ടോ, ഇനി ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരുന്ന രീതിക്ക് വെക്കണം. ബാക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മറച്ചിട്ട് ഒരു ബോർഡർ വരുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒറ്റ സ്റ്റിച്ചാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്ലീവിനെയും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തതായി ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയുണ്ട്. അത് കാരണം കൊണ്ട് മഴയുടെ ശബ്ദം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. രാത്രിയാണെങ്കിലും കറണ്ട് പോലും ഭയങ്കര മഴയും ഇടിവെട്ടൊക്കെ ആയ കാരണം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ രാത്രി ഇരുന്നിട്ടുള്ള സ്റ്റിച്ചിങ്ങൊന്നും നടക്കുന്നില്ല. രാവിലെ ആണെങ്കിൽ ഓഫീസ് ടൈമാണ്, രാത്രി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുമില്ല. ഞാനൊന്ന് ബാക്ക് ടു ട്രാക്ക് വന്നപ്പോൾ മഴയായ കാരണം അങ്ങനെ എപ്പോഴും ഒരു തടസ്സങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ലീവ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ലീവും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. പിന്നെ 2 സ്ലീവും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കണ്ടോ, സ്ലീവും ഞാൻ കുഴിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡിലേക്കുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് ഷേപ്പ് ചെയ്യുക, സ്ലിറ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തൊരു സമയത്ത് ഫോൺ വെച്ചിരുന്നത് കറക്റ്റ് ആ ഒരു കിട്ടിയില്ല കറക്റ്റായിട്ട്. ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഞാനിതൊറ്റ സ്ട്രെച്ചിലിരുന്നെടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്ന കംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നോക്കുന്ന പരിപാടി കുറവാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ചില ഭാഗങ്ങൾ ഇപ്പോൾ സ്റ്റോറേജൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നില്ല. ഇപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ 2-3 വട്ടം അങ്ങനെ അനുഭവമായപ്പോൾ ഇടയ്ക്ക് നോക്കും റെക്കോർഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ ഒരു മെഷീൻ്റെ സ്റ്റിച്ച് പോണ ഭാഗത്തേക്ക് എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാം. സ്ലീവ് അറ്റാച്ച് ചെയ്തു, 2 സൈഡും ഷേപ്പ് ചെയ്തു, സ്ലിറ്റ് അടിച്ചു കൊടുത്തു, സ്ലിറ്റിൻ്റെ താഴ്ഭാഗവും കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും കുറച്ച് ഇതായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് അടിക്കുന്നതാണ്. അപ്പോൾ സ്ലിറ്റ് അടിക്കുന്നത് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഐക്കാർട്ടിലോ എൻഡ് സ്ക്രീനിലോ എവിടെയെങ്കിലും സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും, ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ.